ഹലോ ഗൈസ്, അപ്പം ഞാനിന്നൊരു ചെറിയൊരു കൃഷിപ്പണിയിലാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് നേരത്തെ പറിച്ച് വെച്ച് കുറച്ച് മഞ്ഞൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം മഴയൊക്കെ ചെറുതായിട്ട് പെയ്തല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇത് കണ്ടോ, ഞാൻ താമര നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ താമര ശരിക്കും അങ്ങോട്ട് വളർന്നില്ലെന്നല്ല, ഈ നമ്മൾ കൂത്താടിയൊക്കെ വളരുന്നതുകൊണ്ട് ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിലോട്ട് മഞ്ഞൾ നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മഞ്ഞൾ നടുവാണെങ്കിൽ നമുക്ക് ഉപകാരമുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് നട്ടാൽ നന്നായിട്ട് കിളുക്കുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ ഇവിടെ കുറച്ച് കരിയിലൊക്കെ മാറ്റി കുറച്ച് ഇത് പ്ലേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, ഈ ഒരു പ്ലേസിൽ കുറച്ച് നടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനത് നടട്ടെ. അപ്പോൾ അതേ മഞ്ഞൾ നടാൻ വേണ്ടിയിട്ടേ ഞാൻ ഈ ചാണകപ്പൊടിയും അതും ഇതൊക്കെ ഇട്ട് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും ഇട്ട് കുറച്ച് മണ്ണ് ഞാനവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഈ പാത്രത്തിൽ എടുത്തുകൊണ്ട് വരാം. എനിക്കെല്ലാം കൂടെ പോക്കാൻ പറ്റത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഈ പാത്രത്തിൽ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന മണ്ണെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു കുറച്ച് പൊട്ടിയതൊക്കെ ഉണ്ടോ, ഈ പാത്രത്തിൻ്റെ സെൻട്രൽ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ശല പൊട്ടിച്ചു കൊടുക്കാതെ, അതായത് നമുക്ക് വെള്ളം ഇറങ്ങി പോകണം, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തിരി പൊട്ടിച്ചു കൊടുക്കാതെ ഒരു ചെറിയൊരു ദ്വാരം പോലെ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് വേണം നമുക്കിത് ഇതിൻ്റെ അകത്ത് മണ്ണും കരിയിലും എല്ലാം കൂടെ നിറച്ചിട്ട് നമുക്ക് മഞ്ഞൾ നട്ട് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കരിയിലത് ആദ്യം നിരത്തുന്നുണ്ട്. കുറച്ച് കരിയില നമ്മുടെ ആ മണ്ണ്. അപ്പോൾ വീണ്ടും ഞാൻ കരിയിലയും മണ്ണും ഒക്കെ ഇട്ട് ഒരു 2-3 ലെയറൊക്കെ ഇട്ട് നന്നായിട്ട് നിറച്ച് അതിൻ്റെ കല്ലും കട്ടയൊക്കെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് വിത്ത് അവിടെ ഇവിടെയൊക്കെ നട്ടു കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വിത്ത് നട്ടു കൊടുക്കുന്നത്. അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഞാൻ 2-3 പാത്രത്തിലായിട്ട് നട്ട് എല്ലാം പിടിപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ ബാക്കി ഇത്രയും മഞ്ഞളുണ്ട്, അത് ഞാൻ കുറച്ച് എടുത്ത് ആ പറമ്പിലോട്ട് നടും. പിന്നെ ബാക്കി ഇച്ചിരി ഉണ്ടെങ്കിൽ അതൊന്ന് പുഴുങ്ങി ശകലം മഞ്ഞൾപ്പൊടി എടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൃഷിപ്പണി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ ബാക്കി ഞാനിത് നടും. അപ്പോൾ ശരി, ഓക്കെ, ബായ്.